നമസ്കാരം. ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഉപ്പുമുളകും എന്ന സീരിയലിനെ അനുബന്ധിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നപേക്ഷിക്കുകയാണ്. ഏറെ ജനപ്രിയ പരമ്പര ആയ ഉപ്പുമുളകും ഇപ്പോൾ പോകുന്നത് അത്ര ഒരു നല്ല വഴിക്കല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. കാര്യം ബാലുവും നീലുവും മുടിയനും ഒക്കെ പുറത്തു പോയതിന് ശേഷം സീരിയൽ ഒന്നിനൊന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നെനിക്ക് തോന്നുകയാണ്. ഏറെ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ബാലുവും നീലുവും തിരിച്ചെത്തിയില്ലെങ്കിലും, എത്തും എന്നാണ് കേൾക്കുന്നതെങ്കിലും എത്തിയില്ലെങ്കിൽ പോലും നമുക്ക് അറിയാം അതിനകത്ത് വേറെ കുറേ നല്ല താരങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം ശങ്കരേണ്ണൻ, നല്ലൊരു കഥാപാത്രമായിരുന്നു ശങ്കരേണ്ണൻ. അതേപോലെ തന്നെ ജയന്തൻ, അതേപോലെ തന്നെ ശങ്കരേണ്ണൻ്റെ മോളായി വന്ന രമ, ഇവരൊക്കെ നല്ലപോലെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം. ലച്ചുവും സിദ്ധുവിൻ്റെയും ഇപ്പോഴത്തെ രീതിയിൽ മോശം എന്ന് പറയുകയല്ല, എന്നാൽ പോലും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും കൂടുതൽ ആളുകളെ ഈ ഷോയിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ പടവലം വീട്, നെയ്യാറ്റിങ്കര വീട് ഒക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. സുരേന്ദ്രൻ ചിറ്റപ്പനെയും ഒക്കെ ഈ കാണുന്ന ആളുകൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുടിയനും ഒക്കെ പോയി അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പോകാനായിട്ട് പഴയതുണ്ടായിരുന്ന ആളുകളെയോ അല്ലെങ്കിൽ പുതിയ കുറേ ആളുകളെയോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ജയന്തനും രമയും ഉപ്പുമുളകും സീരിയലിൽ അതുപോലെ തന്നെ സുരേന്ദ്രനും ഫാസിയും, അതുപോലെ ഫാസിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഫിലിം കഥാപാത്രം വരികയാണ്. ധർമ്മജൻ ബോൾഗാട്ട് ബാലുവിൻ്റെ സുഹൃത്തായി തീർച്ചയായും ഉടനെ ഉണ്ടാകും. ഫാസി നല്ല പോലെയാണ് ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ബാലു വന്നില്ലെങ്കിൽ പോലും ഫാസിയെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ ഉപ്പുമുളകും ടീം ശ്രമിക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ശങ്കരേണ്ണനും ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അതിൽ ആരും തർക്കം പറയില്ല. ഈ ആളുകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപ്പുമുളകും നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ നല്ല പോലെ മിസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ജനപ്രിയ കഥാപാത്രങ്ങളെയൊക്കെ പുതിയതായി കൊണ്ടുവന്ന് ഈ ഷോ കുറച്ചും കൂടെ നല്ലതായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാര്യം ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ബോറായി തോന്നി തുടങ്ങുകയാണ്. കാര്യം സ്ഥിരം ആളുകൾ മാത്രം, 4-5 ആളുകൾ മാത്രം ഈ ഷോ ഒതുങ്ങിപ്പോവുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി പഴയ ആളുകളെ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്ര പഴയ ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനും, അതുപോലെ തന്നെ വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓണാഘോഷമൊക്കെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഓണാഘോഷമൊക്കെ നെയ്യാറ്റിങ്കര വീട്ടിലൊക്കെ വളരെ രസകരമായിരുന്നു. അപ്പം അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ഷോ ഏറെ നല്ലതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയണം എന്നാണ് അപേക്ഷയുള്ളത്. കാരണം അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ഷോയാണ്. ഞാനൊരു ഷോ കാണുന്നതെന്ന് വെച്ചാൽ, ഒരു സീരിയലായി ഒരു ഷോ കാണുന്നത് ഉപ്പുമുളകും മാത്രമാണ്. പഴയ എപ്പിസോഡുകൾ പോലും വീണ്ടും ഞാൻ കാണാറുണ്ട്. അങ്ങനെ കാണുന്ന എനിക്ക് മിസ്സാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാവർക്കും ഇത്തരത്തിൽ ഈ പറഞ്ഞ ആളുകളെയൊക്കെ, ശങ്കരേണ്ണനെയും ഫാസിയെയും സുരേന്ദ്രൻ ചിറ്റപ്പനെയും ജയന്തനെയും രമയെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലച്ചുവും സിദ്ധുവും കേശുവും ശിവയും അങ്ങനെ കുറച്ച് ആളുകളെ മാത്രം വച്ച് ഈ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തി പഴയ ആളുകളെയോ അല്ലെങ്കിൽ പകരം പുതിയ ആളുകളെയോ ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ കുറച്ചുകൂടെ നല്ലതാക്കുവാൻ ഉള്ള ശ്രമം ഇതിൻ്റെ സംഘാടകർ ചെയ്യണം എന്നൊരു അപേക്ഷയാണ് ഈ അവസരത്തിലുള്ളത്. ഉപ്പുമുളകുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസും ഈ വീഡിയോയും നിങ്ങൾ കാണുകയും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഉപ്പുമുളകിന് ഇഷ്ടപ്പെടുന്ന അത്രയേറെ ആളുകളുണ്ട് എന്നെനിക്കറിയാം. ആ ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി നൽകുകയാണ്.